സർ, ഈ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് സർ? ഓക്കെ, പറയാം. അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, പിന്നെ ഈ കൗമാരത്തിൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു, ഈ പത്രത്തിലൊക്കെ അന്ന് ദിനപത്രത്തിൽ പരസ്യം വരുമായിരുന്നു, നിങ്ങൾക്കും ഹിപ്നോട്ടിസം പഠിക്കാം, ആകർഷകമായ വ്യക്തിത്വം നേടാമെന്നൊക്കെ. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് ഒരു തപാലിൽ ഹിപ്നോട്ടിസം പഠിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ തപാലിൽ ആ ഒരു കുറേ നോട്ട്സൊക്കെ നമുക്ക് വന്നു. ഞാൻ ഈ നോട്ട്സൊക്കെ വായിച്ചിട്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരുട്ട് മുറിയിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ നമ്മളിരിക്കുക, കുറച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിത് 2-3 ആഴ്ച ഇതൊന്ന് ചെയ്തു നോക്കി. പക്ഷേ ഒരു വ്യത്യാസവും എനിക്കുണ്ടായില്ല. കൺഫ്യൂഷൻസ് ഏറി വരികയും ചെയ്തു. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അവിടെ വെച്ച്. പിന്നെ ഒരു 17 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക അസ്വസ്ഥത ഉണ്ടായി. ഈ ഒരു അസ്വസ്ഥത എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ ക്ലിനിക്കലി ഒന്നും ഈ ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഒരു 21 വയസ്സൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടറിനെ സമീപിച്ചു. അദ്ദേഹം ക്ലിനിക്കലി കണ്ടെത്തി അത് OCD ആണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണെന്ന് കണ്ടെത്തി. അദ്ദേഹം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ഞാൻ മരുന്ന് അദ്ദേഹം പറഞ്ഞ പ്രകാരം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിൽ വലിയ വ്യത്യാസം വന്നു. 1 വർഷമാണ് ഞാൻ ആ മരുന്ന് കഴിച്ചത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം. പക്ഷെ തുടർന്ന് എനിക്കൊരു ആശങ്കയുണ്ടായി, ഈ മരുന്ന് ഇങ്ങനെ അലോപ്പതി മെഡിസിൻ ഇങ്ങനെ നിരന്തരം കഴിക്കാമോ എന്ന്. അങ്ങനെ ഞാൻ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 10 വർഷത്തേക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് കഴിഞ്ഞു. ഇതിനിടയിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ജോലി സ്ഥലത്തൊരു 3 മാസം ലീവ് എടുത്തായിരുന്നു. ലീവ് എടുത്തുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ശ്രീജിത്ത് എന്ന് പറയും, അദ്ദേഹവും ഞാനും ചേർന്ന് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തു. ഇതിനൊരു ഉപായമുണ്ട്, എന്തെങ്കിലും ഉപായം ഇതിനെ മറികടക്കാനുണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിനെ പറ്റി അറിഞ്ഞു. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഹിപ്നോതെറാപ്പി സെഷൻസ് ഒരു 6 സെഷനോളം എടുത്തു. അതിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അതുവരെ ജീവിതത്തിൽ ഉണ്ടാവാത്ത ഒരു വലിയ മാറ്റം ആ സെഷനുകളിലൂടെ കിട്ടി. മനസ്സ് സ്വസ്ഥമായി, വളരെ പോസിറ്റീവായി മനസ്സ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഒരു മേഖല എനിക്ക് വളരെ ആകർഷകമായി തോന്നി, ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ്. അങ്ങനെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയും അന്ന് കേരളത്തിലുണ്ടായിരുന്ന 7-8 ട്രെയിനർമാരിൽ നിന്നും ഈ വിദ്യ അഭ്യസിക്കുകയും ചെയ്തു. ഹിപ്നോസിസ് കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴൊക്കെ പലരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഇത് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഈ വിദ്യ, അതായത് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ട്രെയിനിങ് എടുക്കുവാനും തുടങ്ങി.